വസ്തു തരം മാറ്റാൻ 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പഴയകുന്നുമേൽ വില്ലേജ് ഓഫീസർ ഡി വിജയകുമാറിനെ വിജിലൻസ് പിടികൂടി. വില്ലേജ് പരിധിയിൽപ്പെട്ട അടയമണിലെ 34 സെന്റ് ഡേറ്റാ ബാങ്കിൽ വയൽ എന്നത് കരഭൂമിയാക്കാനുള്ള അപേക്ഷയിലാണ് സംഭവം. നേരത്തെ കരഭൂമിയായിരുന്ന വസ്തു ഡിജിറ്റൽ സർവേ കഴിഞ്ഞതോടെ വയലായി മാറുകയായിരുന്നു. വസ്തു തിരികെ തരം മാറ്റാൻ 2024 ജനുവരിയിൽ അക്ഷയ കേന്ദ്രം വഴി നൽകിയ ഓൺലൈൻ അപേക്ഷ കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകളിലെ നടപടികൾക്ക് ശേഷം ആ മാസം തന്നെ വില്ലേജ് ഓഫീസിൽ എത്തിയെങ്കിലും റിപ്പോർട്ട് സഹിതം കളക്ടറേറ്റിലേക്ക് മടക്കി അയക്കാൻ വില്ലേജ് ഓഫീസർ 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. 2,000 രൂപ വാങ്ങുകയും ചെയ്തു. 1 വർഷമായിട്ടും ഫയലിൽ നടപടിയെടുത്തുമില്ല. കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം അപേക്ഷകൻ അറിയിച്ചതിനെ തുടർന്ന് 1.5 മാസമായി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 5,000 രൂപ കൂടി നൽകിയാലേ റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് അയക്കൂവെന്ന് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസർ അപേക്ഷകനെ അറിയിച്ചു. തുടർന്ന് വിജിലൻസ് സംഘം കെണിയൊരുക്കി ഓഫീസിന് സമീപത്ത് ഉച്ചയോടെ കൈക്കൂലി വാങ്ങുമ്പോൾ കൈയോട് പിടികൂടുകയായിരുന്നു. പഴയകുന്നുമേൽ പഞ്ചായത്തിൽ കിളിമാനൂർ ടൗണിൽ പഞ്ചായത്തിന്റെ 4 സെന്റും 3 മുറി കടയും സ്വകാര്യ വ്യക്തിക്ക് കരമടച്ചു നൽകിയതിന് എതിരെ പഞ്ചായത്തും CPI കിളിമാനൂർ മണ്ഡലം കമ്മിറ്റിയും മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വില്ലേജ് പരിധിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതായി വ്യാപക പരാതി നിലനിൽക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർ കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത്.